ഇതേടെ പോയി കിടക്കുന്ന അവള്. എടി സൈന, എടി സൈന, എന്റെ റബ്ബേ, ഇവിടുത്തെ ഒരവസ്ഥയാ ഇത്. അങ്ങും ഇങ്ങും ആകെ ചപ്പും ചവറുമായിട്ട് മൊത്തം ഒരു കോലാഹലമായിട്ടാണല്ലോ ഇവിടെ ഉള്ളത്. നോമ്പ് കാലമൊക്കെ അല്ലേ വരുന്നത്. എന്നിട്ടും ഇവിടെയൊക്കെ വൃത്തിയാക്കാണ്ട് ഇവിടെ ഇതെവിടെ പോയി കിടക്കുന്ന സൈന, എടി സൈന. അല്ലോ, എന്തോ മെച്ചിയെ, നിങ്ങൾ വിളിച്ചായിരുന്നോ? ഇജ്ജ് എന്താക്കുകയായിരുന്നടി അകത്ത് നിന്ന്? അത് പിന്നെ മെച്ചിയെ, നമ്മൾ അകത്ത് നിന്ന് ഫേസ്ബുക്ക് നോക്കുകയായിരുന്നു. ആഹാ, ഏത് സമയം നോക്കിയാലും ഫോണ് കുത്തിപ്പിടിച്ച് കളിക്കുകയല്ലാണ്ട് അനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? ഇജ്ജ് ഇവിടുത്തെ എല്ലാം കോലം കാണുന്നില്ലേ? നോമ്പൊക്കല്ലേ വരാൻ പോകുന്നത്. ഇതൊക്കെ വൃത്തിയാക്കാൻ നീ ആരെയും കാത്തു നിൽക്കുകയാടി? ഈ വീടിന്റെ ഒരു അവസ്ഥ നോക്കിയൊക്കെ നീ. അവിടെയും ഇവിടെ മണ്ണാച്ചമ്മലയും ചപ്പും ചവറും ആകെയായിട്ട് ഒരു അലങ്കോലമായിട്ടല്ലേ ഉള്ളത്. അപ്പോഴാ അവളുടെ ഒരു ഫോണിൽ ഒരു കുത്തിക്കളി. എന്തോ നാടി ഇത്രമാത്രം ഫോണിൽ കാണാനുള്ളത്? ആ കുന്ത്രാണ്ടത്തിന്റെ ഉള്ളിലത്തെ സംഗതി കണ്ടാലും ഒരിക്കലും തീരത്തില്ലേ? അത് പിന്നെ ഉമ്മച്ചിയെ, അല്ല ഞമ്മക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. ഏത് സമയം നോക്കിയാലും മഞ്ഞയിൽ കൂച്ചിട്ടിട്ടാണല്ലോ ഉള്ളത്. ഞമ്മളെ കൊണ്ടൊന്നും വയ്യ എവിടെയെങ്കിലും വൃത്തിയാക്കാൻ. നോമ്പൊക്കെ അടുപ്പിച്ചിട്ട് എല്ലാ വീട്ടിലും നനച്ചുകുളിയൊക്കെ തുടങ്ങി. എന്തേ ഈ വീട്ടിൽ അങ്ങനത്തെ സംഗതികളൊന്നും ഇല്ലേ? ഏടാ ഉസ്മാനെ, നിന്റെ വല്യമ്മ നല്ല കട്ട കലിപ്പിലാണല്ലോ ഉള്ളത്. തന്റെ ഉമ്മച്ചിക്ക് നല്ല ചീത്ത കൊള്ളുന്നുണ്ടല്ലോ. അവരെപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും കാരണമുണ്ടാകും മടികൂടാൻ. ഇന്നത്തെ കാരണം എന്താണാവോ? എന്താ ഇവിടെ പ്രശ്നം? രണ്ടാളും കൂടെ രാവിലെ തന്നെ തല്ല് തുടങ്ങിയോ? ഹോ, അതൊന്നുമില്ലടാ. ആരാ പറഞ്ഞ ഒന്നുമില്ലാന്ന്? ഉണ്ട്. ഇവിടത്തെ ഒരു കോലം നോക്ക് നീ. നോമ്പൊക്കെ അല്ലേ വരാൻ പോകുന്നത്. ഇപ്പൊ എല്ലാ വീട്ടിലും എല്ലാവരും വൃത്തിയാക്കലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇവിടുത്തെ ഒരു അവസ്ഥ നോക്ക് നീ. എല്ലാ ഭാഗത്തും മണ്ണാച്ചാമലയും ചപ്പും ചവറും ഒക്കെയാ. എന്നിട്ടോള് വൃത്തിയാക്കാണ്ട് ഫോണ് കുത്തിപ്പിടിച്ച് കളിക്കുന്നു. ഓഹോ, അപ്പൊ അതാണോ കാര്യം? അതിനെന്താ, ഇപ്പൊ ഇവിടൊക്കെ വൃത്തിയാക്കാൻ ഞങ്ങളെ സഹായിക്കാം. അയ്യോ മോളെ, അതൊന്നും വേണ്ട. നിനക്ക് പനിയല്ലേ? അതൊക്കെ മാറി സൈനുമ്മ, ഇപ്പൊ പനിയൊന്നുമില്ല. അതെ അതെ, ഇവിടൊക്കെ വൃത്തിയാക്കാനേ ഞങ്ങൾ സഹായിക്കാം. എടാ ഉസ്മാനെ, നീ പോയി ചൂലൊക്കെ എടുത്തിട്ട് വാ. നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ഇവിടൊക്കെ വൃത്തിയാക്കാം. അപ്പൊ വേഗം പണി കഴിയുമല്ലോ. കണ്ടോടി, കണ്ടോ മക്കളുടെ ഒരു സ്നേഹം? അതൊന്നും വേണ്ട മക്കളെ, ഇതൊക്കെ ഇവിടെ തന്നെ ചെയ്തോളൂ. ഇവക്കിവിടെ വേറെന്തോന്ന് പണിയാ? അതെ മക്കളെ, ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. നിങ്ങൾ ആരുടെ സഹായം വേണ്ട. ആഹാ, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഉസ്മാന്റെ വീടല്ലേ, അതുകൊണ്ട് ഞങ്ങൾ സഹായിക്കും. എടാ ഉസ്മാനെ, നീ വേഗം ചെല്ലി വൃത്തിയാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് വാ. കണ്ടോടി, കണ്ടോ പിള്ളേരുടെ ഒരു സ്നേഹം കണ്ടോ? അവിടെ നിന്ന് വായി പൊളിച്ച് നിൽക്കാണ്ട് അവരുടെ കൂടെ നീ വൃത്തിയാക്കാൻ കിഴിഞ്ഞു കൊടുക്ക്. ആ ശരി ഉമ്മച്ചിയെ, നമ്മൾ പോയിട്ട് കദീസക്കുട്ടീനെ കെട്ടിയിട്ട് വരാം. അപ്പോഴേക്ക് നിങ്ങൾ ഇവിടെയൊക്കെ വൃത്തിയാക്ക്. പാത്തമ്മ, നിങ്ങൾ ധൈര്യത്തിൽ പോട്. ഇവിടെയൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തു. നോമ്പൊക്കെയല്ലേ വരാൻ പോകുന്നത്. നോമ്പ് തുറക്കുമ്പോഴേ ഞങ്ങളെ ക്ഷണിച്ചാൽ മതി. ആഹാ, എന്റെ പിങ്കി മോളെ, ഇജ്ജ് എന്തായി പറയണത്? നിങ്ങൾ നമ്മൾ പ്രത്യേക ഇവിടത്തേക്ക് ക്ഷണിക്കണോ? നിങ്ങൾക്ക് എപ്പോഴും ഇവിടത്തേക്ക് സ്വാഗതമല്ലേ? എടാ വലാലെ, നോക്കി നിൽക്കാണ്ട് ഓലിക്ക് എന്തെന്നാ വേണ്ടെന്ന് വെച്ചാൽ എടുത്തു കൊടുക്ക്. ശരി വല്യമ്മച്ചിയെ. നമ്മൾ പോയിട്ട് വേഗം വരാം. ഹാ, നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെയാ വേണ്ടത്? ഞങ്ങൾക്ക് ക്ലീനിങ്ങിനുള്ള എല്ലാ ആയുധങ്ങളും വേണം. എങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ വേഗം പോയിട്ട് എടുത്തിട്ട് വരാം. പാത്തമ്മ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി സൂപ്പർ ആക്കണം. അതെ അതെ. ദാ മക്കളെ, എല്ലാവിധ ക്ലീനിങ് ഉപകരണങ്ങളും ഇവിടെ ഉണ്ട്. ദാ, നിങ്ങൾക്ക് വേണ്ടത് എടുത്തോളി. നമ്മൾ നിങ്ങളെ സഹായിക്കാം. അയ്യോ വേണ്ട സൈനുമ്മ, ഇതൊക്കെ ഞങ്ങൾ വൃത്തിയാക്കിക്കോളാം. നിങ്ങൾ അകത്തൊക്കെ പോയി ക്ലീൻ ചെയ്തോളൂ, ഇവിടെയൊക്കെ ഞങ്ങൾ വൃത്തിയാക്കിക്കോളാം. അല്ലോ വേണ്ട മക്കളെ, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണ്ട, ഞാനും സഹായിക്കാം. വേണ്ട വേണ്ട, ഇവിടെ മുഴുവൻ ഞങ്ങൾ ക്ലീൻ ചെയ്തോളാം. നിങ്ങൾ അങ്ങ് അകത്ത് പോയി ക്ലീൻ ചെയ്തോ. ശരി എന്നാ, അകത്തും പിടിപ്പത് പണിയുണ്ട്. നമ്മൾ എന്നാ അകത്തേക്ക് പോകട്ടെ. എടി, നമ്മൾ ഈ സൈഡ് വൃത്തിയാക്കാം. ഞാനേ ഈ വീടിന്റെ മുകളിലത്തെ ചപ്പ് ചവറുകളൊക്കെ തൂത്തിടാം. എങ്കിൽ ഞാൻ ഈ തറയൊക്കെ ഉരച്ച് വൃത്തിയാക്കാം. ഞാൻ ഇവിടെയുള്ള മൊത്തം പൊടിയും മുട്ടാം. ഓക്കെ സെറ്റ്. എങ്കിൽ വേഗം പണി തുടങ്ങിക്കോ. എടി കുഞ്ഞാറ്റെ, നീ ഈ സൈഡ് വൃത്തിയാക്കാണ്ട് ആ സൈഡ് പോയി വൃത്തിയാക്ക്. ആഹാ, ഈ സൈഡ് ഞാനാ വൃത്തിയാക്കണത്, നീ ആ സൈഡ് പോയി വൃത്തിയാക്ക്. ഷോ, നിങ്ങൾ ഇങ്ങനെ വഴക്ക് പിടിക്കാതെ, വഴക്ക് കൂടി നിൽക്കാതെ എല്ലാവരും വേഗം ഓരോ സൈഡ് വൃത്തിയാക്ക്. അപ്പോഴല്ലേ വേഗം പണി തീരുകയുള്ളൂ.
കുഞ്ഞാറ്റെ അവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കിയതാ. അപ്പൊ നീ വീണ്ടും അവിടെയൊക്കെ ചവറ് വാരിയിട്ടോ? നീ അവിടുന്ന് ചവറ് വാരിയിടുമ്പോ ശ്രദ്ധിച്ചിടണ്ടേ? വീണ്ടും അതൊക്കെ എടുത്തു മാറ്റൽ പണിയായില്ലേ? ഓ, ഞാൻ വാരിയിട്ട ചവറെ ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാം. ഹാ, എങ്കിൽ വേഗം അങ്ങ് വൃത്തിയാക്കിക്കോ. ഹോ, അതിന് നിന്റെ സമ്മതം വേണ്ട. എനിക്കറിയാം വൃത്തിയാക്കുന്നത്. ഷോ, നിങ്ങൾ രണ്ടാളെയും കൊണ്ട് വലിയ ശല്യമായല്ലോ. പണിയെടുക്കുന്നുണ്ടെങ്കിലേ വേഗം പണിയെടുത്ത് തീർക്ക്. അല്ലാതെ അവിടെ നിന്ന് മടിപിടി കൂടുകയല്ല വേണ്ടത്. ദൈ കുഞ്ഞാറ്റി എല്ലാത്തിനും കാരണം. ആഹാ, ഞാനോ? അതെ, നീ തന്നെ. ഒന്ന് പോടാ ഉസ്മാൻ അവിടുന്ന്. അധികം വിളിച്ചിലെടുത്താലേ ഈ കോല് കൊണ്ട് എന്റെ തല നമ്മൾ അടിച്ചു പൊടിക്കും. ഓഹോ, നമ്മളെ കയ്യിലുണ്ട് കോല്. എന്റെ മൂക്ക് നമ്മൾ തല്ലിപ്പൊട്ടിക്കും. എങ്കിൽ ഇങ്ങോട്ട് വാടാ മൂക്ക് തല്ലിപ്പൊട്ടിക്കാൻ. നീ ഇങ്ങോട്ട് വാടി തല തല്ലിപ്പൊട്ടിക്കാൻ. ഷോ, നിങ്ങൾ രണ്ടുപേരെയും കൊണ്ട് വലിയ ശല്യമായല്ലോ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇതൊന്നും ശരിയാവത്തില്ല എന്ന്. അവിടെയുള്ള ചപ്പ ചവറ് വാരിയിരുന്ന കാര്യമല്ലേ, അത് ഞാൻ വാരിയിട്ടോളാം. ഇതും പറയുന്നത് നിങ്ങൾ അടിപിടി കൂടണ്ട. അതെ, നമുക്ക് വേഗം പണി തീർക്കാം. നാളെയല്ലേ നോമ്പ് തുടങ്ങുന്നത്. ആരും വൃത്തിയാക്കണ്ട. ഞാൻ തട്ടിയിട്ട ചവറെ ഞാൻ തന്നെ വാരി വൃത്തിയാക്കിക്കോളാം. അങ്ങോട്ട് മാറി നിക്കട കൊസുമാനെ. അല്ലെങ്കിലേ ആ ചവറിന്റെ കൂടെ ഇട്ടിട്ട് നിന്നെ ഞാൻ കത്തിക്കും. ഓ, തീർന്നില്ലേ? ഇതിനാണോ നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാക്കിയത്? എടാ ഉസ്മാനെ, നാളെ നോമ്പ് തുടങ്ങുകയല്ലേ. നോമ്പൊക്കെ ആയിട്ട് ആരുമായിട്ട് വഴക്കുണ്ടാക്കാത്തതെന്ന് നിനക്കറിയില്ലേ? ആ, അറിയാം. എന്നിട്ടാണോ നീ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ആ, ഞമ്മക്കൊരു അബദ്ധം പറ്റിയതാണ്. എങ്കിൽ നീ അവളോട് സോറി പറ. ശരി, സോറി. ഇങ്ങനെ മുഖം വിളിച്ചുകൊണ്ട് സോറി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ദേഷ്യം പിടിക്കാതെ സന്തോഷത്തോടെ സമാധാനത്തോടെ വേണം സോറി പറയാൻ. അതെ അതെ, എങ്കിലല്ലേ അതുകൊണ്ടൊരു കാര്യമുള്ളൂ. എങ്കിൽ സോറി കുഞ്ഞാവേ. സോറി ഡോസ്മാനെ, ഞാനല്ലേ നിന്നോട് സോറി പറയേണ്ടത്. സോറി. അപ്പൊ പ്രശ്നം തീർന്നു, നമ്മുടെ വർക്കും കഴിഞ്ഞു. എങ്കിൽ ഞങ്ങൾ പോകട്ടെ. അയ്യോ, നിങ്ങൾ പോവുകയാണോ? അതെ അതെ, നീ ഇതൊക്കെ എടുത്ത് അകത്ത് കൊണ്ടുവച്ചേക്ക്. എന്നിട്ട് കരിയിലൊക്കെ ഇട്ട് തീ കൊടുക്കാൻ പാത്തമ്മയോട് പറയണം. ശരി, അപ്പൊ നിങ്ങൾ നാളെ നോമ്പ് തുറക്കാൻ വരില്ലേ? അത് പിന്നെ പറയാനുണ്ടോ? തീർച്ചയായും ഞങ്ങൾ വരും. ഓക്കെ, എന്നാൽ വാടി കുഞ്ഞാറ്റെ, നമുക്ക് പോകാം. എടി ചേച്ചി, ഇന്നല്ലേ നമ്മളോട് ഉസ്മാന്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോകാൻ പറഞ്ഞത്? അതിന് കുഞ്ഞാവേ, നമുക്ക് ഇന്നവിടെ നോമ്പ് തുറക്കാൻ പോയാലോ? പിങ്കൂസിനെയും കൂട്ടാം. എടി, അതിന് ഇന്ന് നോമ്പ് ഒന്നായിട്ടല്ലേ ഉള്ളൂ. ഇന്ന് തന്നെ നമ്മൾ അവിടെ നോമ്പ് തുറക്കാൻ പോക്ക് മോശമല്ലേ? അതിന് നമ്മളോട് പാത്തുമ്മയും സൈനുമ്മയും ഉസ്മാനും ഒക്കെ നോമ്പ് തുറക്കാൻ പോകാൻ ക്ഷണിച്ചല്ലോ. പിന്നെന്താ പോകുന്നതിന്? എടി, അമ്മ അതിനൊന്നും വിടില്ല. ഷോ, എനിക്ക് നോമ്പ് തുറക്കാൻ പോകണമായിരുന്നു. അവിടെ ഇന്ന് എന്തെല്ലാം തരം കോളുകൾ ഉണ്ടാകും. നല്ല വറുത്തച്ച ചിക്കൻ കറിയും പത്തിരിയും അപ്പവും ഒക്കെ ഉണ്ടാവില്ലേ? പിന്നെ എണ്ണക്കടികളാണെങ്കിൽ അതും ഉണ്ടാകും ഇഷ്ടം പോലെ. എടി കൊതിച്ചു കുഞ്ഞാവേ, നീ ഇങ്ങനെ കൊതി പിടിച്ച് നിൽക്കാതെ. നമുക്ക് പിന്നീട് ഒരു ദിവസം പോകാലോ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് ഇന്ന് തന്നെ അവിടെ നോമ്പ് തുറക്കാൻ പോണം. എന്താണ് അതിനൊരു വഴി? അതിനൊരു കാര്യം ചെയ്. എന്താ? നീ ചെന്നിട്ട് അമ്മയോട് ചോദിക്കും. അപ്പൊ അമ്മ സമ്മതിക്കും. അയ്യോ, ഞാനോ? അമ്മ ഒരിക്കലും സമ്മതിക്കത്തില്ല. അപ്പൊ നിനക്കറിയാമല്ലേ അത്? അങ്ങനെയാണെങ്കിൽ വെറുതെ നീ ഇന്ന് പോകാൻ കൊതി വെക്കണ്ട. എടി ചേച്ചി, എന്ത് വാടി, നീ ഒന്ന് വെറുതെ എവിടെ നിന്ന് കിണുകാണ്ട് എണീച്ച് പോയനെ. എനിക്ക് വേറെ പണിയുണ്ട്. അങ്ങനെ പറയാതെടി, എനിക്ക് എണ്ണക്കടികളൊക്കെ കഴിക്കണം. എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് അമ്മയോട് പറയാം ഒക്കെ ഉണ്ടാക്കി തരാൻ. അതിന് അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയാമോ? അമ്മ ഉണ്ടാക്കുന്നതൊന്നും എനിക്ക് വേണ്ട. അതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. എനിക്ക് സേനും ഉണ്ടാക്കിയ പലഹാരങ്ങൾ മതി. അതാവുമ്പോൾ എത്ര കഴിച്ചാലും മതിയാവില്ല. ആഹാ, രണ്ടാളും നല്ല കിസയിലാണല്ലോ. എടി പിങ്കി മോളെ, നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഓ, വീട്ടിൽ പിടിപ്പത് പണിയുണ്ടായിരുന്നു. കടയിൽ പോയി മമ്മിക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണമായിരുന്നു. അപ്പൂസും കുഞ്ചൂസും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പണി മുഴുവൻ ഇപ്പൊ എന്റെ തലയിലാ. അവര് ചെയ്യുന്ന പണിയും കൂടി ഇപ്പൊ ഞാൻ ചെയ്യണം. അതൊക്കെ പോട്ടെ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് എന്ത് ചെയ്യുകയാ? അയ്യോ, ഇതെന്ത് പറ്റി? കുഞ്ഞാമ്മയുടെ മുഖം ആകെ വിഷമിച്ചിരിക്കുന്നുണ്ടല്ലോ. എന്താ, സുമേന്റെ തല്ലിയോ? തല്ലിയൊന്നുമല്ല, ഒരു തല്ല് കൊള്ളാത്തതിന്റെ കുറവുണ്ട് അവൾക്ക്. എന്ത് പറ്റി കുഞ്ഞാറ്റെ? ഇവളെന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്? അതൊന്നും പറയണ്ട പിങ്കി മോളെ. അവൾക്ക് ഇന്നേ ഉസ്മാന്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോണം പോലും. അയ്യേ, അതിനാണോ ഇവളിങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത്? ഇന്ന് നോമ്പ് ഒന്നായിട്ടല്ലേ ഉള്ളൂ. ഇന്ന് തന്നെയുണ്ടോ ആരെങ്കിലും നോമ്പ് തുറക്കാൻ പോകുന്നു? അതിനത് അന്യരുടെ വീടൊന്നുമല്ലല്ലോ, നമ്മുടെ ഉസ്മാന്റെ വീടല്ലേ. അവിടെ പോകുന്നതിനെന്താ? അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും അയ്യയ്യേ, പിങ്കി മോളെ കളിയാക്കാതെ. അതാ ഞാനും പറയണത്. ഇവൾക്ക് അവിടെ പോയിട്ട് അവിടുന്ന് എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കണം. അത് ആലോചിച്ച് കൊതിമൂക്കുകയാണ് അവൾക്ക്.
അത് മാത്രമല്ല എനിക്ക് പത്തിരിയും കോഴിക്കറിയും കഴിക്കണം. സാരമില്ലടി, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ നോമ്പ് തുറക്കാൻ പോകാം. അപ്പൊ നമുക്ക് സേനും വീടൊക്കെ ഉണ്ടാക്കി തരാൻ പറയാം. എന്താ, അങ്ങനെ ചെയ്താൽ പോരെ? പറ്റില്ല പറ്റില്ല, എനിക്ക് ഇന്ന് തന്നെ പോണം. ഇവളോട് ഞാൻ കുറെ സമയമായി പറയുന്നു ഇന്ന് പോകാൻ പറ്റില്ല എന്ന്. അവൾ കേൾക്കുന്നില്ലടി. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് എന്റെ വീട്ടിലേക്ക് വാ. നമുക്ക് രാത്രി അവിടെ നിന്നും ഭക്ഷണം കഴിക്കാം. അതിന് നിന്റെ വീട്ടിലുണ്ടോ പത്തിരിയും കോഴിക്കറിയും? പത്തിരിയും കോഴിക്കറിയൊന്നുമില്ല. പിന്നെ എണ്ണ പലഹാരങ്ങളുണ്ടോ? അതുമില്ല. പിന്നെ എന്ത് കുന്തമാ ഉള്ളത്? അത് പിന്നെ ഉച്ചക്കത്തെ ബാക്കിയുള്ള ചോറുണ്ടാകും. അയ്യേ, ആർക്ക് വേണം നിന്റെ ഈ ഉണക്ക ചോറ്? എനിക്ക് പത്തിരിയും കോഴിക്കറിയാ വേണ്ടത്. അതിന് നീ അവിടെ തന്നെ പോകേണ്ടി വരും, അല്ലാതെ അതിപ്പോ എവിടെ നിന്ന് കിട്ടാനാ? അതല്ലേ മലയാളത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞത്, നമുക്ക് ഇന്ന് അവിടെ നോമ്പ് തുറക്കാൻ പോകാമെന്ന്. പിങ്കി മോളെ, അവളോട് വർത്താനത്തിൽ നിൽക്കണ്ട, അവൾക്ക് വട്ടാണ്. ആരിതി പിങ്കി മോളോ? ഇതപ്പോ വന്നു നീ? ഞാൻ ഇപ്പോൾ വന്നേ ഉള്ളൂ സുമേന്റി. മമ്മിക്ക് കടയ്ക്ക് പോകണമായിരുന്നു. അപ്പൊ അതും കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ് ഇവരെ രണ്ടുപേരെയും കാണാൻ. ഉസ്മാൻ ഇല്ലാത്തതുകൊണ്ട് ഒരു രസവും ഇല്ല. അവനിക്ക് നോമ്പായത് കൊണ്ട് അവൻ കളിക്കാനൊന്നും വരത്തില്ലല്ലോ. ഉസ്മാൻ ഇല്ലാത്തതുകൊണ്ടാണോ കുഞ്ഞാവയുടെ മുഖം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അവനിക്ക് നോമ്പല്ലേ മോളെ, അവനിക്ക് നിങ്ങളുടെ കൂടെ ഒന്നും പകൽ കളിക്കാൻ പറ്റില്ലല്ലോ. അത് മാത്രമല്ല കൊടും ചൂടാണ്. ചൂടത്ത് പുറത്തേക്ക് ഇറങ്ങി കളിച്ചാൽ അവൻ തളർന്നു പോകില്ലേ, അതുകൊണ്ടല്ലേ. അയ്യേ, അമ്മ എന്തോന്നാ വിചാരിച്ചത്? ഉസ്മാൻ കളിക്കാനില്ലാത്തത് കൊണ്ടാണോ അവൾ ഇങ്ങനെ മുഖം സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നാണോ? അല്ലേ, പിന്നെ എന്തിനാ അവളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? എന്ത് പറ്റി അവൾക്ക്? മോളെ കുഞ്ഞാവേ, എന്താ നിന്റെ മുഖത്തൊരു സങ്കടം? അമ്മ, അവൾക്ക് പത്തിരിയും കോഴിക്കറിയും കഴിക്കണം പോലും, അതും ഉസ്മാന്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയിട്ട്. അത് കിട്ടാത്തതിന്റെ വിഷമമാണ് അവളുടെ മുഖത്ത്, അല്ലാതെ ഉസ്മാനെ കാണാനിട്ടല്ല. അയ്യയ്യേ, എന്തൊക്കെയായി കേൾക്കണത്? ഈ കുട്ടിക്ക് ഭ്രാന്തായോ? മമ്മി കളിയാക്കാതെ, എനിക്ക് അവിടെ നോമ്പ് തുറക്കാൻ പോകണം. ഇത് തന്നെ അവൾ കുറെ സമയമായി പറഞ്ഞോണ്ട് നിൽക്കുന്നത്. ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല. മോളെ, അവിടെ എല്ലാവർക്കും നോമ്പല്ലേ. ഈ ചൂട് കാലത്ത് നോമ്പെടുക്കുന്നതിന് അവരൊക്കെ സമ്മതിക്കണം. ആ സമയത്ത് നിങ്ങളും കൂടെ അവിടെ നോമ്പ് തുറക്കാനുണ്ടെന്ന് പറഞ്ഞാൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? നിങ്ങളൊക്കെ നോമ്പ് തുറക്കാനുണ്ടെന്ന് പറഞ്ഞാൽ പാത്തുമ്മയും സൈനയും കൂടി ഒരുപാട് ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കും. നോമ്പും നോയിട്ട് അതൊക്കെ ഉണ്ടാക്കുന്ന റിസ്ക് അല്ലേ? അത് അവരെ ബുദ്ധിമുട്ടിക്കലല്ലേ? നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നിനക്ക് വേണമെങ്കിൽ അമ്മ പത്തിരിയും കോഴിക്കറിയും യൂട്യൂബ് നോക്കി ഉണ്ടാക്കി തരാം, അല്ലാതെ അവിടെ പോയി അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. മോക്ക് അമ്മ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടമ്മ. നല്ല കുട്ടി. ഉസ്മാൻ ഇല്ലാത്തതിന്റെ വിഷമം നന്നായിട്ട് അറിയുന്നുണ്ടല്ലേ? അവനുണ്ടെങ്കിൽ ആകെ ഒരു ബഹളമല്ലേ? അതെ അതെ. 3 പേരും വെയിലത്തിറങ്ങാതെ ഇവിടെ നിന്നും കളിച്ചോ, എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. സുമേ, അല്ല ആരിത്? സൈനയോ? ഏതാ ഉസ്മാനെ? ഇതെന്താ സൈന, നോമ്പൊക്കെ ആയിട്ട് നീ ഇങ്ങോട്ടൊക്കെ? നിനക്ക് അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ടാവില്ലേ? ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു സുമേ. ഇതേ, ഞാൻ കുറച്ച് പത്തിരിയും കോഴിക്കറിയും കൊണ്ടുവന്നതാണ്. പത്തിരിയും കോഴിക്കറിയോ? ഈ ഉസ്മാൻ ഒരേ നിർബന്ധം, ഓന്റെ ചങ്ങാഴ്ചയൊക്കെ പത്തിരിയും കോഴിക്കറിയും കൊടുക്കണമെന്ന്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ അടുക്കള കഴിഞ്ഞു, അതുകൊണ്ട് പണിയൊക്കെ കഴിഞ്ഞു. പിങ്കി മോളും ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ അവിടെ വരെ നടക്കണ്ടല്ലോ ഇനി. ആ സുമേ, നീ ഇത് കൊണ്ടുപോയി അടുക്കളയിൽ വെക്ക്. എന്തിനാ സൈന ഇതൊക്കെ ഉണ്ടാക്കിയത്? അമ്മ, പിങ്കി മോളെ, നീ പോകുമ്പോൾ അങ്ങ് എടുക്കില്ലേ വീട്ടിലേക്ക് ഇത്? ഞാൻ എടുത്തോളാം സൈനമ്മ. എടാ ഉസ്മാനെ, നിനക്കിത് നോമ്പില്ലേ? പിന്നെ ഞമ്മക്ക് നോമ്പില്ലാതെയോ? ഞമ്മളെ ഇപ്രാവശ്യം 30 നോമ്പും പിടിക്കും. നീയല്ലേ, നമുക്ക് കണ്ടറിയാം. ഉമ്മച്ചേ, വേണ്ടാട്ടോ. സൈന, സത്യം പറയാലോ, ഇവിടെ ഒരാൾ കുറെ സമയമായി നിന്റെ വീട്ടിൽ വന്ന് നോമ്പ് തുറക്കണം എന്ന് പറയുന്നു. ദായി കുഞ്ഞാവയാണേ, അവൾക്ക് നിന്റെ പത്തിരിയും കോഴിക്കറിയും കഴിക്കാൻ വേണ്ടിട്ട് കൊതി പിടിച്ചതാണ്. അതെ സൈനമ്മ, ഇവൾ കുറെ സമയമായി ഇവിടെ നിന്നും കരയാൻ തുടങ്ങിയിട്ട്. ആണോടി കുഞ്ഞാവേ? അതുകൊണ്ടല്ലേ നമ്മൾ അനക്ക് വേഗം പത്തിരിയും കോഴിക്കറിയും കൊണ്ട് തന്നത്. ഞമ്മക്കറിയാലോ കൊതിച്ചു കുഞ്ഞാവേ, നിന്റെ കൊതിയെ ഞാൻ അവിടെ മണത്തറിഞ്ഞു. മിണ്ടാതിരിക്കടാ. മക്കളെ, നിങ്ങളെല്ലാം ഒറ്റ കൂട്ടല്ലേ? നിങ്ങൾക്കിതൊന്നും തരാതെ അവിടെ നിന്ന് കഴിക്കാൻ ഞങ്ങൾ കുറക്കുമോ? ഉമ്മച്ചിയാണെങ്കിൽ ചെവിക്ക് സൗകര്യം തരത്തില്ല. അതുകൊണ്ട് പറ്റുമെങ്കിലേ നിങ്ങൾ എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ നോമ്പ് ഓർക്കാൻ വന്നോ, ഒരു കുഴപ്പവുമില്ല. അതൊന്നും വേണ്ട സൈന, ഞമ്മക്ക് ഇവരൊക്കെ ഒരുപോലെയല്ലേ, അതാണേ. ശരി, സമയം പോകുന്നു സുമേ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇനിയും ഒരുപാട് പണിയുണ്ടേ. ബത്തക്ക വെള്ളം കലക്കണം, ഫ്രൂട്ട്സ് ഒക്കെ മുറിച്ചിടണം, അങ്ങനെ ഒത്തിരി പണിയുണ്ട്. സമയമാകാറായില്ലേ? ആണോ? എങ്കിൽ പോട് സൈന. വാട ഉസ്മാനെ, നമുക്ക് പോകാം. എടാ ഉസ്മാനെ, നിനക്ക് കള്ള നോമ്പൊന്നുമല്ലല്ലോ? എടി മങ്കി മോളെ, വെറുതെ നമ്മളെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. ഞമ്മക്കേ കള്ള നോമ്പൊന്നുമല്ല, റെഡിക്കുള്ള നോമ്പന്നെയാ.
വേണ്ട മക്കളെ, അങ്ങനെയൊന്നും അവനോട് പറയാൻ പാടില്ല. അവനൊരു നോമ്പുകാരനല്ലേ. സോറി സുമാൻഡി. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ സുമാൻഡി. എന്നാ ഞമ്മൾ പോട്ടെ. ഒരു ദിവസം എല്ലാരും അങ്ങോട്ടേക്ക് നോമ്പ് ഓർക്കാൻ വരി. അത് ഞങ്ങൾ ഏറ്റെടാ. ഹോ, എന്തായാലും പത്തിരിയും കോഴിക്കറിയും കിട്ടിയല്ലോ, സമാധാനമായി. അമ്മ, അമ്മ. എന്തുവാ അമ്മ ഇത്? എത്ര സമയമായി ഫോണിൽ കുത്തിക്കളിക്കുന്നു? എന്താടാ മക്കളെ? സൈന കൊണ്ടുവന്ന പത്തിരിയും ചിക്കൻ കറിയും കഴിച്ചോ നിങ്ങൾ? കഴിച്ചമ്മ. എന്റെ അമ്മ, അമ്മ എന്തോന്നാ ഫോണിൽ ഇങ്ങനെ കാണുന്നത്? അതോ, ബിഗ് ബോസ് ഒക്കെ തുടങ്ങിയതല്ലേ മക്കളെ, അപ്പൊ അതിന്റെ കുറെ റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോണിൽ വന്നിട്ട്. ഞാൻ അതൊക്കെ നോക്കുകയായിരുന്നു. എന്റെ അമ്മ, അമ്മക്ക് അതും ഇതും ഒക്കെ നോക്കുന്ന സമയം കൊണ്ട് ആ പത്തിരിയും ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കി പഠിക്കറോ? അമ്മ അതൊക്കെ പഠിച്ചാലല്ലേ ഞങ്ങൾക്ക് അത് ഇഷ്ടം പോലെ കഴിക്കാൻ പറ്റൂ. ആഹാ, അല്ല കുഞ്ഞാവേ, നീയല്ലേ ഇപ്പൊ പത്തിരിയും ചിക്കൻ കറിയും കഴിച്ചത്? എന്നിട്ട് നിന്റെ കൊതി മാറിയില്ലേ? ഇല്ലമ്മ, ഇല്ല. ഈ കൊതിച്ചിപ്പാറയുടെ കൊതി ഇതുവരെ മാറിയിട്ടില്ല. അവൾ ആ പാത്രത്തിലുള്ളത് മുഴുവൻ കഴിച്ചു, അമ്മക്ക് പോലും വച്ചിട്ടില്ല. സാരില്ലടാ, അവളുടെ കൊതി മാറട്ടെ. എന്റെ അമ്മ, ബിഗ് ബോസ് ഒക്കെ അതിന്റെ വഴിക്ക് നടന്നോളും. അമ്മ പത്തിരിയും ചിക്കൻ കറിയും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കി പഠിക്കമ്മ. യൂട്യൂബിലൊക്കെ എന്തോരം റെസിപ്പീസ് ഉണ്ട് ഇതിന്റേതൊക്കെ. ഈ അമ്മയ്ക്കാണെങ്കിൽ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ആരറിയാം ചോറി കറി, ചോറ് കറി. ഈ ഉടക്ക ചോറും കറിയും ഒന്നും എനിക്ക് വേണ്ട. തിന്ന് നിന്ന് മടുത്ത്. ഓ ശരി ശരി മക്കളെ, നീ ഇങ്ങനെ വഴക്കിടാതെ. ഞാൻ ആ കമലയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അവളും കൂടെ ഉണ്ടാകുമ്പോൾ കുക്കിംഗ് ഒക്കെ ഈസി ആകുമല്ലോ. അല്ലാതെ സൈനയോട് ചോദിച്ചാൽ അവൾക്ക് സങ്കടമാകും. നിങ്ങൾക്ക് തരാതെ അവളുടെ വായിക്കൂടെ ഇറങ്ങത്തില്ലേ? അതുകൊണ്ട് കമലയോട് ചോദിച്ചു നോക്കാം. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈസിയായി കുക്ക് ചെയ്യാലോ. എങ്കിൽ വേഗം വിളിക്കമ്മ. ശരി. ഫോൺ റിംഗ് ആവുന്നുണ്ട്, അവൾ എടുക്കുന്നില്ലല്ലോ. ഇതാരാ ഈ സമയത്ത് വിളിക്കണത്? ഹലോ, ആരിത്? സുമയോ? എന്താ സുമയ വിശേഷിച്ചി? അതൊന്നും പറയണ്ട കമലേ. സൈനന്റെ വീട്ടിൽ നിന്ന് പത്തിരിയും ചിക്കൻ കറിയും കൊണ്ടാന്നില്ലേ, അത് കഴിച്ചപ്പോ തുടങ്ങിയതാ ഇവിടെ ഒരാളെ വീണ്ടും അത് വേണമെന്ന് പറഞ്ഞുള്ള വാശിപിടുത്തം. എനിക്കാണെങ്കിൽ അതൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെന്ന് നിനക്ക് അറിയാമല്ലോ. ഈ കുഞ്ഞാറ്റയും കുഞ്ഞാവയും പറയാ യൂട്യൂബ് നോക്കി ഉണ്ടാക്കമ്മ എന്ന്. എനിക്കതൊന്നും പരിചയമില്ലടി. അതാണോ കാര്യം? ഇവിടെ പിങ്കൂസിന്റെ കാര്യവും അത് തന്നെയാ. അതല്ലെങ്കിലും അവളുടെ ഫുഡിന് ഭയങ്കര ടേസ്റ്റ് അല്ലേ? അതെ അതെ. എടി കമലേ, നമുക്കൊരു കാര്യം ചെയ്താലോ? യൂട്യൂബ് നോക്കി നമുക്കും പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കിയാലോ? നിനക്കിപ്പോൾ തിരക്കാണോ? നീ അവിടെ എന്താക്കുകയാ? സുമേ, ഒന്നും പറയണ്ട. നല്ല ചൂടല്ലേ? ഞാൻ മുറ്റത്താവുള്ളത്. ചൂട് കാരണം എന്റെ ചെടികളൊക്കെ വാടിപ്പോയി. ആദിത്യങ്ങൾക്കും വേണ്ടേ ദാഹജലം? അതുകൊണ്ട് ഞാൻ അതൊക്കെ നനക്കുകയായിരുന്നു. ഒരു കാര്യം ചെയ്, നീയും പിള്ളേരൊക്കെ ഇങ്ങോട്ട് വാ. നമുക്ക് ഇവിടെ നിന്നും കുക്ക് ചെയ്യാം. ഇവിടെ ഇപ്പൊ ഫ്രിഡ്ജില് ചിക്കനും പത്തിരിപ്പൊടിയും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് ഇവിടെ നിന്നും കുക്ക് ചെയ്യാലോ. അല്ല കമലെ, അതിന് അവർ ഇന്ന് ചിക്കൻ കറിയും പത്തിരിയും കഴിച്ചില്ലേ? ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ അങ്ങോട്ടേക്ക് വരാം. എന്നിട്ട് നമുക്ക് അവിടെ വെച്ച് കുക്ക് ചെയ്യാം. അപ്പോഴത്തേക്ക് ഞാൻ യൂട്യൂബ് നോക്കി കുറച്ചൊക്കെ പഠിക്കട്ടെ. അതല്ലേ നല്ലത്? ശരി ശരി, എങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നാ ഓക്കേടാ, നാളെ വിളിക്കാം. എന്തോന്നാ പെണ്ണെ നീ ഇങ്ങനെ വിളിച്ചു നിൽക്കുന്നത്? മമ്മി ആരോടാ ഫോണിൽ സംസാരിച്ചത്? എനിക്ക് കുറെയൊക്കെ മനസ്സിലായി. എന്താണോ നിനക്ക് മനസ്സിലായത്? മമ്മിയും സുമാൻഡിയും കൂടെ നാളെ എന്തോ യൂട്യൂബ് നോക്കിയിട്ട് റെസിപ്പി പരീക്ഷിക്കുന്നതല്ലേ? എനിക്കൊക്കെ മനസ്സിലായി. അതെ അതെ, ഞങ്ങൾ നാളെ പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കുകയാണ്. സത്യമാണോ മമ്മി? അതെ സത്യമാണ്. വേറെ പരീക്ഷിച്ച് തോക്കാൻ നിൽക്കണ്ട. സൈനം ഉണ്ടാക്കുന്നതിന്റെ 7 അകലത്ത് പോലും എത്തില്ല നിങ്ങൾ ഉണ്ടാക്കിയാൽ. അതൊക്കെ ശരി തന്നെയാണ്. അവളുടെയും പാത്തുമാന്റെ ഒന്നും കൈപ്പുണ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് വെച്ചിട്ട് ഇതൊന്നും ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നാളെ എന്തായാലും ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കും. നമുക്ക് കാണാം. നാളെ സുമയും കുട്ടികളും ഇങ്ങോട്ടേക്ക് വരും ഫുഡ് ഉണ്ടാക്കാൻ. ആണോ മമ്മി? സത്യമാണോ? അതെ അതെ. അപ്പൊ നാളെ നല്ല ജോളിയായിരിക്കും. ഒന്ന് വേഗം നടക്കണ്ടേ കുഞ്ഞാവേ? കമല നമ്മളെ കാത്തിരുന്നിട്ട് മുഷിഞ്ഞിട്ടുണ്ടാകും. ഈ അമ്മയല്ലേ സമയം വൈകിയത്? എത്ര സമയാ വേണ്ടത് അമ്മക്ക് സാരി എടുക്കാൻ? ശരിയാ, അമ്മക്ക് സാരി എടുക്കാൻ മാത്രമല്ല അമ്മക്ക് ഒരുങ്ങാൻ കഴിയാനേ 1 മണിക്കൂർ കണക്കാണ്. വെറുതെ അല്ല അച്ഛൻ പറയാറ് അമ്മ ഒരുങ്ങുന്ന സമയം കൊണ്ട് പോകേണ്ട സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരാമെന്ന്. മതി രണ്ടിന്റെയും കിന്നാരം. ഒന്ന് വേഗം അങ്ങ് നടന്നോട്. എടി പിങ്കൂസേ, നീ തിളക്കുന്ന വെള്ളത്തിന്റെ അരികിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറി നിൽക്ക്. അത് ഞാനേ പത്തിരിക്ക് കുഴക്കാൻ വേണ്ടി വെച്ച വെള്ളമാണ്. അതെങ്ങനെ നിന്റെ ദേഹത്ത് കൊണ്ടാൽ പൊള്ളും. ഇല്ല മമ്മി, ഞാൻ ഈ സൈഡിൽ നിന്ന് നോക്കുകയാണ്. എന്റെ ദേഹത്തൊന്നും കൊള്ളില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. മമ്മി,
ആ ചിക്കൻ ഞാൻ കഴുകി തരണോ? അയ്യോ വേണ്ടായേ, ഞാൻ തന്നെ കഴുകിക്കോളാം. കമല, കമല. ദാ മമ്മി, സുമിയാന്റിയുടെ ശബ്ദമല്ലേ കേൾക്കുന്നത്? അതെ അതെ, അവര് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് ചെന്ന് നോക്കിയിട്ട് വരാം. ആഹാ, ആരാ ഇത്? നീയാണ് അടുക്കളയിലെ പണി മുഴുവൻ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ഇവരോട് പറയും, പിങ്കി മുള കണ്ടു പഠിക്ക്, പിങ്കി മുള കണ്ടു പഠിക്ക് എന്ന്. എനിക്ക് ഇവളൊരാളെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാ? എനിക്ക് എല്ലാത്തിനും സഹായിക്കാൻ ഇവളുണ്ടല്ലോ. ദാ എനിക്കുമുണ്ട് രണ്ടെണ്ണം. ഏഹേ, രണ്ടാളും എങ്ങനെയാണെന്ന് വെച്ചാൽ അടുക്കളന്റെ ഭാഗത്തോട്ട് വരില്ല. മമ്മി വേണ്ട വേണ്ട. അവര് കൊച്ചല്ലേ സുമേ? ഇവളാണോ ഇന്ന് ചിക്കൻ കറിയും പത്തിരിയും ഉണ്ടാക്കുന്നത്? അവൾ കുറെ സമയമായി എന്നോട് ചോദിക്കുന്നു, മമ്മി ഞാൻ കഴുകി തരട്ടെ ചിക്കൻ, ഞാൻ പരത്തട്ടെ പത്തിരി എന്നൊക്കെ. അല്ല കമലെ, നീ ഞാൻ വരാതെ തന്നെ പണി തുടങ്ങിയോ? നീ എന്തിനാ ഒറ്റയ്ക്ക് അടുക്കളയിലേക്ക് ഇറങ്ങിയത്? നമുക്ക് ഒരുമിച്ച് തുടങ്ങിയാൽ പോരായിരുന്നോ പണിയൊക്കെ? ഇല്ലടി, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് പോകാൻ വേണ്ടി ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചതാണ്. പിന്നെ പത്തിരിക്ക് കുഴക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചു. അതുകൊണ്ട് അവിടെ നിന്ന് തിളക്കുന്നു. മമ്മി, ഇവിടെ ഞങ്ങളുടെ സഹായമൊന്നും വേണ്ടല്ലോ, ഞങ്ങൾ പോയി കളിച്ചാലോ? ആ ശരി മക്കളെ, നിങ്ങൾ പോയി കളിച്ചോ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഓക്കെ ശരി മമ്മി. വാടി കുഞ്ഞാവെ, നമുക്ക് കളിക്കാൻ പോകാം. അല്ല കമലെ, നിനക്ക് പത്തിരി കുഴക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിന്റെ അളവൊക്കെ അറിയാമോ? ഇല്ലടി, എനിക്കതൊന്നും കറക്റ്റ് അറിയത്തില്ല. എന്ന് വെച്ച് പത്തിരിക്ക് കുഴക്കാതിരിക്കാൻ പറ്റുമോ? ഞാനൊരു കാര്യം ചെയ്തു, യൂട്യൂബ് എടുത്ത് നോക്കി എത്രയാണോ അരിപ്പൊടി വേണ്ടത് അത്ര തന്നെ വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. അതിലുണ്ടേ മുഴുവൻ റെസിപ്പിയും. ഒന്നും പറയണ്ട കമലെ, ഇന്നലെ നേരം വിളിക്കുന്നത് വരെ ഞാനും യൂട്യൂബ് നോക്കി കുത്തിരുന്നതാണ്. ഫോണങ്ങ് തുറന്നപ്പോൾ അതിൽ മുഴുവൻ ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. ഇപ്പൊ നോമ്പൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്തോരം റെസിപ്പീസ് ഉള്ളത് യൂട്യൂബിൽ. അതെ അതെ, ശരി ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ എന്തായാലും ഒരു കാര്യം ചെയ്, ഈ ചിക്കൻ വെട്ടി പീസാക്ക്. ചിക്കൻ കറിക്കുള്ള ചിക്കനാണേ. ഞാൻ ഈ അരിപ്പൊടി എടുത്ത് കുഴക്കട്ടെ. ഷോ, നമ്മുടെ ഈ കുക്കിങ്ങിനൊക്കെ സൈന ഇല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? അതെ അതെ, നോമ്പായതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റില്ലല്ലോ. എന്റെയൊക്കെ കുട്ടിക്കാലത്തെ തറവാട്ടിൽ ഇങ്ങനെയായിരുന്നു. എല്ലാവരും അടുക്കളയിൽ ഒരുമിച്ച് ജോലിക്ക് ഇറങ്ങും. എന്നിട്ട് എല്ലാ പണിയും കൂടെ എല്ലാരും കൂടെ ഒരുമിച്ച് ചെയ്യും. ഓ, വെക്കലും വിളമ്പലും ആകെ ഒരു ബഹളപ്പാടായിരുന്നു. എന്റെ തറവാട്ടിലും അങ്ങനെ തന്നെയാണ്. ആ കാലമൊക്കെ ആലോചിക്കുമ്പോൾ എന്ത് രസമാണെന്നോ. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുമോ? അത് മാത്രമല്ല, ഇപ്പോഴൊക്കെ ആരെങ്കിലും വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കാറുണ്ടോ? മൊത്തം ഓർഡർ ചെയ്ത് വരുത്തിക്കുകയല്ലേ. അതെ അതെ, പിള്ളേർക്കൊക്കെ ഇപ്പൊ അതാ വേണ്ടത്. രണ്ടീസം കഴിയുമ്പോൾ തുടങ്ങും പിള്ളേര്, അമ്മ അത് വേണം, അമ്മ ഇത് വേണം, മന്തി വേണം, അൽഫാമ് വേണം, എമ്മി വേണം, പിന്നെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു. അതെ അതെ, മുമ്പൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നോ? ആകെ ഉണ്ടായിരുന്ന ചിക്കൻ കറി, പിന്നെ വല്ലപ്പോഴും ഒരു ബിരിയാണി. പക്ഷേ ആ ബിരിയാണിക്ക് ചിക്കൻ കറിക്കും ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, സൂപ്പർ ആയിരിക്കും അത്. അതെ അതെ, അത് വല്ല പരിപാടിക്കൊക്കെയല്ലേ വീട്ടിൽ വെക്കൂ, അല്ലെങ്കിൽ ആരെങ്കിലും വിരുന്നൊക്കെ വരണം. ഇപ്പോഴൊക്കെ അങ്ങനെയാണോ? മക്കൾക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ വച്ചു കൊടുക്കുന്നില്ലേ? അതെ അതെ, ഇപ്പൊ ഈ ചിക്കൻ കറിയും പത്തിരിയും ഉണ്ടാക്കുന്നത് പോലെ അല്ലേ? പറഞ്ഞു പറഞ്ഞു നമ്മുടെ സമയം വൈകിപ്പോയി. നമുക്കിത് കുക്ക് ചെയ്യണ്ടേ? കുക്ക് ചെയ്യണം. ഞാൻ ആദ്യം പത്തിരിക്ക് കുഴക്കട്ടെ. ഏടി സുമേ, നീ ഈ വെള്ളം നോക്ക്. ഈ വെള്ളം മതിയായിരിക്കും അല്ലേ ഈ പത്തിരിക്ക് കുഴക്കാൻ വേണ്ടിയിട്ട്? അയ്യോ കമല, എനിക്ക് അതിന്റെ അളവ് അറിയത്തില്ല. എന്തായാലും ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ ആയിരിക്കും. നീ അങ്ങ് ഒഴിച്ചോ. എന്തായാലും ഈ വെള്ളം മുഴുവൻ ഇതിലേക്ക് ഒഴിക്കട്ടെ അല്ലേ? ഓ, നീ അങ്ങ് ഒഴിച്ചോടി. അയ്യോടി, ബാറ്റർ ലൂസായി പോയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അയ്യോ, എനിക്കറിയത്തില്ല. പത്തിരിയുടെ കൺസിസ്റ്റൻസി ഇങ്ങനെയല്ലല്ലോ. അത് കുറച്ച് ടൈറ്റിലല്ലേ വേണ്ടത്? ഇതൊരുമാതിരി ദോശക്ക് കളിക്കുന്നത് പോലെയുണ്ട്. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും ഇത്? യൂട്യൂബ് നമ്മളെ പറ്റിച്ചോ? എനിക്കറിയത്തില്ലടി. ഷോ, അറിയാത്ത പണിക്ക് നിൽക്കണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതുകൊണ്ട് നമ്മൾ എന്തോന്നാ ചുടുക? എന്തായാലും ഇതുകൊണ്ട് പത്തിരി ചുടാൻ പറ്റില്ല. ഇനിയിപ്പോ നമ്മൾ പിള്ളേരോട് എന്ത് പറയും? ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ചിക്കൻ കറി വെക്കാം. പത്തിരി നമുക്ക് ഓർഡർ ചെയ്ത് വെത്തിച്ചാലോ? അല്ലാതെ പിള്ളേരോട് പത്തിരി ഇല്ലാന്ന് പറഞ്ഞാൽ അവർക്ക് ആകെ വിഷമമാകില്ലേ? അത് നല്ല ഐഡിയ ആണ്. നമുക്ക് അങ്ങനെ ചെയ്യാം. എങ്കിൽ വേഗം ചിക്കൻ കറി വെക്കാം. ഇവിടെ അപ്പുറത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, അവിടെ പത്തിരിയൊക്കെ ഉണ്ടാകാറുണ്ട്. നമുക്ക് പത്തിരി അവിടെ നിന്നും വാങ്ങാം. ഓക്കെ, എങ്കിൽ വാ നമുക്ക് ചിക്കൻ കറി വെക്കാം. നീ അത് അവിടെ വെക്ക്. എടി സുമേ, നീ എന്താ ഈ വായുമ്പോൾ ആലോചിക്കുന്നത്? അതല്ലടി, ചിക്കൻ കറി നീ തന്നെ വെച്ചോ. ഇനി എങ്ങാനും ചിക്കൻ കറിയും കുളമായാലോ? നീ ഇങ്ങനെ പേടിപ്പിക്കാതെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ വെക്കാം ചിക്കൻ കറി. അത് കുളമൊന്നും മാറത്തില്ല. നീ പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കും. ഞാനില്ലേ കൂടെ. നല്ല ആളാ കൂടെ ഉള്ളത്. യൂട്യൂബ് നോക്കി പഠിച്ചെന്ന് പറഞ്ഞിട്ട് നീ കുഴച്ച പത്തിരിപ്പൊടി കുളമായില്ലേ? അത് പിന്നെ ഒരു അബദ്ധം പറ്റിയതാണ്. ചിക്കൻ കറി അങ്ങനെ ആവില്ല. വാ, നമുക്ക് ഈ ചിക്കൻ പീസൊക്കെ എടുത്ത് മഞ്ഞളും മുളകും ഉള്ളിയും തക്കാളി പച്ചമുളക് ഒക്കെ ഇട്ട് അടുപ്പത്ത് വെക്കാം. കണ്ടോടി, ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കറി സൂപ്പർ ആയിരിക്കുമെന്ന്. നീ അതിൽ കുറച്ച് മല്ലിച്ചപ്പിട്. ഓ, മല്ലിച്ചപ്പൊക്കെ ഇട്ടതാടി. ആണോ? അതെ അതെ, നല്ല മണം വരുന്നുണ്ട്. ഓ, പിള്ളേർക്ക് തിരിയണ്ട. ഈ ചിക്കൻ കറിയും പുറത്തു നിന്ന് വാങ്ങിയ പത്തിരിയും നമുക്ക് അവർക്ക് കൊടുക്കാം. നമ്മളാടാണോ അവരുടെ കളി? ആ കറിയൊന്ന് നന്നായി തിളക്കട്ടെ. എടി കമലെ, നീ ഇത് കണ്ടോ ഫോണില്?
എന്തോ നാടി അത്? ദാ നോക്ക് നീ, ഈ ഫോണിൽ നോക്കിയിരുന്നാലേ നമ്മുടെ സമയം പോകുന്നത് തിരിയില്ല. എന്തോരം ഷോർട്സ് റീൽസ് ഒക്കെ ഇപ്പോൾ ഉള്ളത്. അതെ അതെ. 5 minutes later. എന്തോന്നാ മണക്കണത്? അയ്യോടി, നമ്മുടെ കറി. എന്തോന്ന് കറിയോ? എടി കമലെ, നമ്മൾ വെച്ച കറി എവിടെ പോയി? എടി അത് മുഴുവൻ കത്തി കാളിപ്പോയി. ഇനിയിപ്പോ നമ്മൾ എന്തോന്ന് ചെയ്യും? എന്നാലും കമലെ, ഒരു പീസ് പോലും ചിക്കൻ ഇല്ലാതെ ആയിപ്പോയല്ലോ. അതെ അതെ, നല്ല ടേസ്റ്റ് ഉള്ള കറിയായിരുന്നു. ഇനിയിപ്പോ പിള്ളേരോട് എന്ത് പറയും? കറി കരിഞ്ഞെന്ന് പറയാം, പത്തിരി നനഞ്ഞെന്നും പറയാം. അല്ലാതെ ഇപ്പൊ അവരോട് എന്ത് പറയാനാ? ഇതെന്താ കുട്ടികളെ ഇവിടെ കഥ? കൈമെന്ന് വിടണ്ട ബെല്ലിമ്മ. ഞാനെന്താ കൊച്ചു കുട്ടിയൊന്നുമല്ലല്ലോ, എപ്പ നോക്കിയാലും എന്റെ കൈ ഇങ്ങനെ പിടിച്ച് നടക്കാൻ. എന്തിനാ കുട്ടിയോളെ നിങ്ങൾ ഇപ്പൊ ചിരിക്കണത്? അതിന് മാത്രം ചിരിക്കാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഒരു വലിയ തമാശ. എന്താ നിങ്ങളെ പരിപാടി? ഇതെന്താ, നിങ്ങൾ ചെടി നടുകയാണോ? ഈ വേനൽക്കാലത്ത് ആരെങ്കിലും ചെടി നടുമോ? പാത്തുമ്മ, ആരിത്? സുമയോ? അന്നെ കൊറേ ആയില്ലേ കണ്ടിട്ട്. അപ്പൊ ഞമ്മക്കൊരു പൂതി അന്നെ കാണണമെന്ന് തന്നെ. അങ്ങനെ അന്നെ കാണാൻ ഇറങ്ങിയതാ നമ്മൾ ഇങ്ങോട്ടേക്ക്. ആണോ പാത്തുമ്മ? എങ്കിൽ വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്തൊന്നും പോണ്ടിവളെ, നമുക്ക് ഇവിടെ തന്നെ നിന്ന് സംസാരിക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷോ? നിങ്ങളെ കൊറേ ആയില്ലേ കണ്ടിട്ട്. നോമ്പൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ ആരും ഇങ്ങോട്ടേക്കൊന്നും ഇറങ്ങാറില്ലല്ലോ. ഇജെന്ത് ഇവളെ പറയുന്നത്? നോമ്പിൽ ഇങ്ങോട്ടേക്ക് ഇറങ്ങാനോ? ഓ, അഞ്ചാതി ചൂടല്ലേ പുറത്തൊക്കെ. മനസ്സരങ്ങ് കരിഞ്ഞു പോകുന്ന ചൂടാണ്. ചൂടായത് കൊണ്ടേ നമ്മളേടെ അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല. ഇറങ്ങും ആലക്ക് ഇറങ്ങിയിട്ട് പശുവിനെ ബെൽച്ചെട്ടി അങ്ങനെ തന്നെ പോയി ഫാനിന്റെ ചോട്ടിൽ കിടക്കും. അതായിപ്പൊ നമ്മളെ പരിപാടി. നോമ്പൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഭയങ്കര തിരക്കായിരിക്കില്ലേ? അതാ ഞങ്ങളൊന്നും അങ്ങോട്ടേക്ക് വരാത്തത്. ഓ, ഞമ്മക്കെന്ത് തിരക്ക്? ഇപ്പൊ എണ്ണ പൊരിച്ചതും കഴിച്ചതൊന്നും നമ്മൾ ആക്കാറില്ല. കൊറേ വെള്ളം മോളെ വേണ്ടത് കുടിക്കാനേ. ദാഹിച്ച് ഒരു വകയാകും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. അതൊക്കെ പോട്ടെ, ഈ പിള്ളേരെന്താ ഇവിടെ പരിപാടി? അതോ, നല്ല വെയിലല്ലേ പാത്തുമ്മ. അപ്പൊ നമ്മളെ പോലെ തന്നെ ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ ദാഹിക്കുകയൊക്കെ ചെയ്യില്ലേ? അവരെ പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിറയ്ക്കുകയാണ് വെള്ളം. നിങ്ങൾ കാണുന്നില്ലേ, മരത്തിലൊന്ന് കെട്ടിത്തൂക്കിയതാണ് അവരത്. അപ്പൊ അതിൽ വന്ന് പക്ഷികൾ വെള്ളം കുടിച്ചോളൂ. ശരിയാ, ഈ കുട്ടികൾ ചെയ്യണ നല്ലൊരു കാര്യമാണല്ലോ. മിണ്ടാപ്രാണികൾക്കും വേണ്ടേ ദാഹജലം? ആദിത്യങ്ങൾ ഇതെവിടെ പോയി കുടിക്കാനാ? നമ്മൾ മനസ്സങ്ങനെങ്കിലും ചെയ്താലേ ആദിത്യങ്ങൾക്കൊക്കെ ദാഹജലം കിട്ടും. ആയിട്ടാത്തൊന്നും ഒരൊറ്റ പഠിപ്പ്. ഈ ചെയ്താൻ അറിയില്ല. നമ്മളെന്താ കുറ്റം പറയാണോ? ഉള്ള കാര്യം പറയുന്നല്ലേ. അന്നൊക്കെ തിന്ന് മുടിക്കാനല്ലാണ്ട് വേറെന്തിനു കൊള്ളാ? സാരില്ല പാത്തുമ്മ, അവൻ കുട്ടിയല്ലേ. ഇജെന്തോടെ പറയുന്നത്? കുട്ടിയായിട്ടല്ലേ വലുതാവണത്. ഇതുപോലത്തെ മനസ്സത്തുള്ള കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിലേ ചെയ്ത് ശീലിക്കണം. ഈ ബെല്ലിമാനെ വലിയ ശല്യായല്ലോ, ഇങ്ങനെയൊക്കെ വരണ്ടായിരുന്നു. നമ്മളെന്തെങ്കിലും ഉള്ള കാര്യം പറയുമ്പോ എനിക്ക് വെറുപ്പ് പിടിച്ചോ? ഉസ്മാനെ, പക്ഷികൾക്ക് കുടിക്കാൻ നീയും അവരുടെ കൂടെ വെള്ളം വെച്ചോ? ശരി സുമാൻഡി. വാ പാത്തുമ്മ, വന്ന കാലം നിൽക്കാതെ നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. ഇജെന്തിനാടി നമ്മൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? അനക്ക് നമുക്ക് വല്ല ചായ തരേണ്ട പരിപാടിയുമുണ്ടോ? നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നമ്മൾ തരും ചായ. ഇജ്ജ് തിരക്കേടില്ലല്ലോ. നമ്മുടെ നോമ്പ് പോക്കാനുള്ള പരിപാടിയാണല്ലേ? ഞാനൊരു തമാശ പറഞ്ഞതാണേ. നടക്കുന്ന അങ്ങട് കുറച്ചേരം അകത്തിരിക്കാം. അല്ല പാത്തുമ്മ, സൈന ഇല്ലേ അവിടെ? ഉണ്ടോന്നോ? ഓൾ അവിടെ തന്നെ ഉണ്ട്. ഓക്ക് പിടിപ്പത് പണിയല്ലേ. ഓളോട് ഞാൻ അന്വേഷിച്ചെന്ന് പറയണം. അത് പിന്നെ പറയാനുണ്ടോ? അങ്ങ് കയറാ നേരല്ലാണ്ട് ചോദിക്കും. ഓളുടെ ചങ്ങാഴ്ചിന്റെ അടുത്തല്ലേ നമ്മൾ വന്നത്. എന്റെ വിശേഷം ചോദിച്ചിട്ടേ അവൾ വേറൊരു പണിക്ക് നിൽക്കൂ. നമ്മൾ വന്ന കാര്യം പറയാൻ മറന്നു. നമ്മൾ എന്തിനാ വന്നതെന്ന് അറിയോ എനക്ക്? ഇല്ല, നമ്മളെ നിങ്ങളെയൊക്കെ നോമ്പ് തുറക്കാൻ ക്ഷണിക്കാൻ വന്നതാണ്. നോമ്പ് തുറക്കോ? അതെ അതെ, നമ്മളെ വീട്ടിൽ ചെറുതായിട്ടൊരു നോമ്പ് തുറ കഴിക്കുന്നുണ്ട്. വേറെ ആരും ഇല്ലേ പുറത്തുനിന്ന്? ഇജ്ജും കമലയും പിന്നെ 1-2 പുറത്തുള്ള ആൾക്കാരും, അത്രേ ഉള്ളൂ. ഒരു ചെറിയ നോമ്പ് തുറ. അപ്പൊ ഇജ്ജും കുട്ടികളും എന്തായാലും വരണം. ഓ ശരി പാത്തുമ്മ. എന്നാ നമ്മൾ ഇറങ്ങട്ടെ. നമുക്കൊന്ന് കമലയുടെ വീട്ടിലും പോണേ. ഓളെ ക്ഷണിക്കാനുള്ളതാണ്. അയ്യോ, അപ്പൊ നിങ്ങൾ അകത്തോട്ടേക്ക് കയറുന്നില്ലേ? ഇല്ല മോളെ, നമ്മൾ പിന്നെ വരാം അകത്തൊക്കെ കയറാൻ. ഇപ്പൊ നമ്മൾ ഓളെ വീട്ടിലേക്ക് പോയി ഓളെ ക്ഷണിച്ച് നേരെ അങ്ങ് പുരയിലേക്ക് പോകാം. എടാ ഉസ്മാനെ, ഇജ്ജ് നമ്മളെ കൂടെ വരുന്നില്ലേ? ഇല്ല വല്യമ്മ, നിങ്ങൾ പോയിക്കോളി, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വന്നോളാം.
വേണ്ട വേണ്ട, നീ ഇവിടെ നിന്ന് എന്തെങ്കിലും കുരുത്തക്കടൊപ്പിക്കും. ഓ ഇല്ല വല്യമ്മ, നമ്മളൊരു കുരുത്തക്കടൊപ്പിക്കില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങ് വന്നോളാന്ന് പറഞ്ഞില്ലേ. അനക്ക് നോമ്പുള്ളതാണ്, അത് മറക്കണ്ട. സാരല്ല പാത്തുമ്മ, അവൻ ഇവിടെ നിന്നോട്ടെ. ഓനോട് നോമ്പുള്ള കാര്യം അങ്ങ് മറന്നുപോയേ, അതാണ്. അത് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ശരി എന്നാ, നമ്മൾ പോയിട്ട് വരാം. മക്കളെ, കൂടുതൽ സമയം നിങ്ങൾ വെയിലത്ത് നിന്ന് കളിക്കണ്ട. വേഗം അകത്തേക്ക് ഇത്തിരി വെള്ളം വെച്ച് കൊടുത്തിട്ട് അകത്തേക്ക് കയറിക്കോ. ശരി അമ്മ. ഞാനില്ലാത്ത സമയം നോക്കിയിട്ട് നിങ്ങൾ ഈ പരിപാടിക്കെല്ലാം ഇറങ്ങിയതല്ലേ? എടാ ഉസു, അതല്ല, നിനക്ക് നോമ്പല്ലേ, അപ്പൊ നീ ഇങ്ങോട്ടൊന്നും വരില്ല എന്ന് വിചാരിച്ചു ഞങ്ങൾ. അതുകൊണ്ടാണ് നിന്നെ വിളിക്കാതിരുന്നത്. ആ ആ, നമുക്കെല്ലാം മനസ്സിലായി. സാരില്ലടാ, നീ ഇത് വിട്ടുകളാ. വാ, നമുക്ക് ഇതിങ്ങൾക്ക് വെള്ളം കൊടുക്കാം. ഇപ്രാവശ്യത്തേക്ക് നമ്മൾ ക്ഷമിച്ച്. എടി പിങ്കി മോളെ, നീ ആ ഗ്ലാസ്സിലത്തെ വെള്ളം ഇതിലേക്ക് ഒഴിക്ക്. ശരി കുഞ്ഞാവേ. വാ, ഇനി നമുക്കത് അവിടെ തൂക്കാം. ഞാൻ മരത്തേൽ കയറാം, നിങ്ങൾക്ക് പൊന്തിച്ച് തന്നാ മതി. ആ വേണ്ടി വിളെ, ഞമ്മളെ മരത്തേൽ കയറിക്കോളാം. ഞമ്മളുടെ ഉള്ളേർ നിങ്ങളെ മരത്തേൽ കയറേണ്ട ആവശ്യമില്ലല്ലോ. ഇനി താ അത്. എടാ ഉസു, എന്നാ നീ സൂക്ഷിച്ച് കയറണേ. ഇല്ല, കയറുന്നില്ല. ആദ്യം നീ നിന്റെ ഉസുവിളി നിർത്ത്, എന്നിട്ട് വേണമെങ്കിൽ ആലോചിക്കാം നമുക്ക് മരത്തെ കയറണോ കയറണ്ടേ എന്ന്. ഓളുടെ ഒരു ഉസുവിളി. ഇതിലുള്ള വെള്ളം തന്റെ മോതക്ക് നമ്മൾ ഒഴിക്കൂട്ടോ. സോറി ഉസ്മാനെ, നീ ഇങ്ങനെ ചൂടാവാതെ. ആ അങ്ങനെ മര്യാദയ്ക്ക് വായിക്കുവാ. നമ്മൾ ഇതേ പോലെ കയറാൻ നിങ്ങൾക്ക് പൊന്തിച്ച് തന്നാ മതി. ആ ഇനി ഇങ്ങോട്ട് പൊന്തിച്ചതാ. നീ ഇങ്ങോട്ട് മാറി നിൽക്ക് കുഞ്ഞാവേ, ഞാൻ പൊന്തിച്ചു കൊടുക്കാം. ഉസ്മാനെ പിടിച്ചോ. അങ്ങനെ തന്നെ. ഇനി ഇത് നമ്മൾ ഇതിവിടെ കൊളത്താം. ഡാഡി, ഇവിടെ മതിയോ? അതല്ലടാ, മറ്റേ ചില്ലയിൽ കൊളത്ത്. അവിടെ ആവുമ്പോൾ നല്ല തണലുണ്ട്. ഓക്കേ, ദാ ഇവിടെ മതിയല്ലേ? മതി മതി. എടാ സൂപ്പർ ആയിട്ടുണ്ട്. ഇനി നീ മെല്ലെ ശ്രദ്ധിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കോ. എങ്ങനെയുണ്ട് നമ്മൾ കൊളത്തിയത്? ഇതാ പറഞ്ഞത്, എല്ലാത്തിനും നമ്മൾ വേണമെന്ന്. പിന്നെ പിന്നെ എന്നിട്ടാണല്ലോ ഞങ്ങൾ മറ്റേ പാത്രം അവിടെ കൊളത്തിയത്. അതും നീ കൊളത്തിയതിൽ മെഗത്തിലാണ് ഞങ്ങൾ കൊളത്തിയത്. നീ അത് കണ്ടില്ലേ? ആ കുഞ്ഞാവേ, ഞമ്മക്ക് ഇവിടെ വർത്താനം തീരെ പിടിക്കണില്ല കേട്ടോ. നീ ഒന്ന് മിണ്ടാതിരി പിങ്കി മോളെ. അങ്ങനെ പറഞ്ഞു കൊടുക്ക്. നമ്മൾ ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. വേണമെങ്കിൽ നീ നോക്ക് ഞങ്ങൾ കൊളത്തിയത്. ഇല്ല, നമ്മൾ നോക്കുന്നില്ല, നമുക്ക് കാണണ്ടത്. ഒരു പിങ്കി മോളും മങ്കി മോളും വന്നിരിക്കുന്നു. അത് കൊളത്താൻ നീയാണോ മരത്തിൽ കയറിയത്? അത് പിന്നെ അല്ല. ഓഹോ, നിന്റെ പറച്ചിൽ കേട്ടിട്ട് ഞാൻ വിചാരിച്ചു നീയാണ് അത് അവിടെ കൊളത്തിയതെന്ന്. ആഹാ, നീ അതേ ശൈനിക്കൊന്നും വേണ്ട, എനിക്കറിയാം അത് അവിടെ കൊളത്തുന്നത്. പിന്നെ നീ അത് അവിടെ വെക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അനങ്ങാതെ നിന്നു എന്ന് മാത്രം. ഹോ, ഒന്ന് നേർത്തുന്നുണ്ടോ രണ്ടുപേരുടെ തർക്കം? എപ്പം നോക്കിയാലും നിങ്ങൾക്ക് തല്ലുകൂടാനേ വഴിയുള്ളൂ. അത് അവനോട് പറ, എന്നോടല്ല പറയേണ്ടത്, അവളോട് പറ. എന്നോടെന്ത് പറയാനാ, നിന്നോട് തന്നെയാ പറയേണ്ടത്. ആഹാ, നിന്റെ പറച്ചിൽ കേട്ടാത്തോന്നും എപ്പോഴും ഞാനാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്. നിർത്തുന്നുണ്ടോ? ഇനി നിങ്ങൾ രണ്ടുപേരും ഒരു അക്ഷരം വേണ്ടിയാ കാണിച്ചു തരാം. അപ്പോഴേക്ക് രണ്ടുപേരും പിണങ്ങിയോ? നീ പിങ്കി മോളെ ഇങ്ങോട്ടേക്ക് വാ. എടാ ഉസ്മാനെ, നിനക്ക് നോമ്പല്ലേ, ഇങ്ങനെ പിണങ്ങാനൊക്കെ പാടുണ്ടോ? ഇല്ല. എന്നാ പിന്നെ ഇങ്ങോട്ടേക്ക് വാ. നമ്മൾ വന്നു. എടി പിങ്കി മോളെ, നീയും ഇങ്ങോട്ടേക്ക് വാ. എന്തിനാ? അവനോട് ഇങ്ങനെ മിണ്ടാതിരിക്കാനൊന്നും പാടില്ല, അവനൊരു നോമ്പുകാരനാണ്. ഹോ സോറി. അത് അവന്റെ കൈ പിടിച്ച് പറഞ്ഞാൽ തീർന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിന് അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ. ആ ഞാൻ വന്ന് പിടിച്ചിട്ട് നീ മിണ്ടിയേനെ, വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വാ. ഹോ, വീണ്ടും തുടങ്ങാതെ. അതെ, രണ്ടുപേരും ഒരുമിച്ച് വാ. ഇനി രണ്ടുപേരും ഒപ്പം സോറി പറഞ്ഞോ, എന്നാ പ്രശ്നമില്ലല്ലോ. സോറി. ഓക്കെ, അപ്പൊ പ്രശ്നം തീർന്നു. എടി പിങ്കി മോളെ, പ്രശ്നം തീർന്നിട്ടാ നിന്റെ മുഖം ഇങ്ങനെ വേർപ്പ് പിടിച്ചോണ്ട് സോറി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഹോ, എനിക്കൊരു കുഴപ്പവുമില്ല. ശരി, എങ്കിലും ഞമ്മള് പോന്നാ. നിങ്ങൾ എല്ലാരും നോക്കിയിട്ട് നമ്മളെ വീട്ടിൽ നോമ്പ് ഓർക്കാൻ വരണം. എടി പിങ്കി മോളെ, അന്നെ നമ്മൾ പ്രത്യേകം ക്ഷണിക്കുന്നത്. അതെന്താടാ അവളെ മാത്രം പ്രത്യേകം ക്ഷണിക്കുന്നത്? ആ അതെങ്ങനെയാ, അവള് നമ്മളെ മങ്കി മോളല്ലേ, അതുകൊണ്ടാ. ഒന്ന് പോണ പുളുവടി ഉസ്മാനെ. എന്നാ ശരി, നമ്മൾ പോന്ന. വല്യമ്മ കാത്തു നിൽക്കുന്നുണ്ടാകും. അപ്പൊ സെറ്റ്, നമുക്ക് ഉസ്മാന്റെ വീട്ടിൽ നോമ്പ് തുറക്കാൻ പോകണ്ടേ? ജോലി.
പത്തിരി ചുട്ട് വിളമ്പി നടക്കണ മുത്തളി പാത്തുമ്മ. ഇജെന്താ എന്റെ പൊന്ന് കദീസ കുട്ടിയായി നോക്കി നിക്കണത്? അനക്കല്ലേ നമ്മളിത് വിളമ്പി വെച്ചിരിക്കണത്. ഇത് നമ്മളെ നോക്കി അലറൊന്നും വേണ്ട. അനക്കിത് ഇഷ്ടപ്പെട്ടില്ലേ? പറഞ്ഞത് നമ്മളെ നോക്കി അലറണ്ടായെന്ന്. ഇജിപ്പോ വേഗം ഇത് കഴിച്ചോ. അനക്ക് നാളെ രാവിലെ നമ്മൾ നല്ല സാപ്പാട് തരേ. ഇപ്പൊ ഇജിതങ്ങ് തിന്നോളി. ആരിത്? ഇതെന്താ ഇവളെ ഇങ്ങനെ വൈകിയത്? നമ്മൾ എത്ര സമയമായി നിങ്ങൾ എങ്കാത്ത് നിൽക്കുന്നു? അല്ല പാത്തമ്മ, നിങ്ങൾ ആരോട് ഒറ്റയ്ക്ക് സംസാരിക്കണത് നമ്മൾ കേട്ടല്ലോ. അതൊന്നും പറയണ്ട എന്റെ പിങ്കി മോളെ. നമ്മളെ ഈ കദീസ കുട്ടിയോട് സംസാരിക്കായിരുന്നു. എന്ത് തിന്നാൻ കൊടുത്താലും ബാക്കി വെക്കലോളെ പണി. ഓക്ക് നമ്മളെ പയങ്കഞ്ഞും കാടിവെള്ളൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ? ഓക്കും വേണേ നല്ല നല്ല ഭക്ഷണോ. നമ്മക്ക് തോന്നുന്നതേ ഓക്കും വേണ്ടത് നല്ല അൽഫാമും മന്തിയൊക്കെയാണെന്നാണ്. അല്ലാതെ ഇതൊന്നും ഓക്ക് പിടിക്കണില്ല. ഈ പാത്തമ്മാന്റെ തമാശേ. തമാശ അല്ല കുട്ടിയോ, കാര്യം നമ്മൾ പറഞ്ഞത്. ഇജ്ജെന്നെ നോക്കി നോക്കറോ. നമ്മുടെ മൂട് നോക്കി നിൽക്കല്ലാണ്ട് ഒരു വസ്തു അത് തിന്നത്തില്ല. കദീസ കുട്ടിയെ, അന്നെ കൊണ്ടായി പറയണത് നിനക്ക് വല്ലതും മനസ്സിലാവണുണ്ടോ? അല്ലിവളെ, നിങ്ങൾ എന്തെങ്കിലും വന്ന കാലം നിൽക്കുന്നത്? ഇങ്ങകത്തോട്ടേക്ക് വാ. ഇതെന്തോന്ന് നിങ്ങളെ കയ്യില്? അതൊന്നുമില്ല പാത്തമ്മ, ഇത് കുറച്ച് ഫ്രൂട്ട്സ് ആണ്. ഓ അത് ശരി. ഇജിപ്പിയുടെ കെട്ടും വാങ്ങിയിട്ടാണോ വന്നത്? എന്ത് പണിയാ നിങ്ങൾ ഈ കാണിച്ചത്? ഇങ്ങനെയൊക്കെ വരുമ്പോ കെട്ടും വാങ്ങിയിട്ടാണോ വരിക? അത് സാരില്ല പാത്തമ്മ, ഞങ്ങൾ ഇവിടെ നോമ്പ് നോക്കാൻ വന്നതല്ലേ, അപ്പൊ എന്തെങ്കിലും കൊണ്ടുവരണ്ടേ? ഹോ, ഇതൊക്കെ എടുത്ത നേമാടി. അയ്യോ, അതുകൊണ്ടൊന്നല്ല പാത്തമ്മ, ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. അതൊക്കെ പോട്ടെ, സൈനാനെ പുറത്തൊന്നും കാണുന്നില്ലല്ലോ. അവൾ എവിടെ പാത്തമ്മ? എന്റെ സുമേ, ഇജെന്തോന്നായി പറയണത്? അവൾക്ക് അടുക്കളയിൽ മാല മാറിക്കണ പണിയല്ലേ ഉള്ളത്. അയ്യോ പാവം, ഞങ്ങളൊക്കെ നോമ്പ് നോക്കാൻ വന്നത് കൊണ്ട് അവൾക്ക് പിടിപ്പൽ പണിയായിരിക്കും അല്ലേ? അതൊന്നും സാരില്ലടി, അതൊക്കെയല്ലേ ഒരു രസം. നോമ്പിന് വൈകുന്നേരം അടുക്കളയിൽ ഒരു ബഹളായിരിക്കും. അവൾ അവിടെ ബിരിയാണി ഉണ്ടാക്കണ തിരക്കിലാണേ. ഞമ്മക്ക് പിന്നെ അതൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ ആ വൈക്കേ നോക്കത്തില്ല. എന്നാ ഞങ്ങൾ നാളെ പോയി കാണട്ടെ കേട്ടോ? ചെല്ലു മക്കളെ. വാടി സുമേ, നമുക്ക് ചെന്ന് നോക്കാം. മക്കളെ, നിങ്ങളെ പശുവിനെ ഇറങ്ങാറാക്കണം കേട്ടോ. ഇല്ലമ്മ, ഞങ്ങളൊന്നും ചെയ്യത്തില്ല. അല്ല പാത്തമ്മ, പശുവിനെ ഇറങ്ങിയ കദീസ കുട്ടിയുടെ പേരിടുവോ? അതെന്ത് വിളിട്ടാല്? അത് നമ്മളെ മുത്തല്ലേ. പാത്തമ്മ, ഉസ്മാൻ എവിടെ? അവൻ എവിടെയൊന്നും കാണുന്നില്ലല്ലോ. ആ ബലാലിന് ഒരു സ്ഥലത്ത് കാണൂലെന്നേ. ഏടിയാ ഉള്ളതമ്മോ? അല്ലെങ്കിൽ ഓനിക്കറിയില്ലേ ഇന്നിവിടെ നിങ്ങളൊക്കെ നോമ്പ് തുറക്കാൻ വരുമെന്ന്? എനിക്ക് തോന്നുന്നത് അവനപ്പുറത്തെ തൊടിയിലെങ്ങാൻ കളിക്കണുണ്ടെന്ന് തോന്നുന്നു. വാടി പിങ്കി മോളെ, എന്നാ വാ നമുക്ക് അവനെ ചെന്ന് നോക്കാം. ഓനാടകം കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വേഗം ഇങ്ങോട്ടേക്ക് വരാൻ പറയട്ടോ. ശരി പാത്തമ്മ. നോക്കി നിൽക്കാതെ ഒന്ന് വേഗം തിന്നോളെന്റെ കദീസ കുട്ടിയെ. സൈന, സൈന, എടി സുമേ, ഇവിടെ നിറയെ മണക്കുന്നുണ്ടല്ലോ അവളുടെ പൊരിച്ച കോഴിയുടെ മണം. അതെ അതെ, അവളുടെ ബിരിയാണിയുടെ കോഴിയായിരിക്കും. സൈന, സൈന, നീ ഇതെവിടെയാടി? ആരത്? കമലേ സുമയാണോ? ഇങ്ങ് പോരേട്ടോ, ഞാനിവിടെ കിച്ചണിൽ തന്നെ ഉണ്ട്. വാടി സുമേ. സൈന, ഹോ, എന്റെ ചങ്ങാഴ്ചകൾ വന്നോ? എത്ര സമയമായിരുന്നോ നിങ്ങളെ കാത്ത് ഞാൻ നിൽക്കുന്നു? ഞങ്ങൾ വൈകി പോയോടി? സാരില്ല, നോമ്പ് തുറക്കാൻ സമയമാവുന്നതല്ലേ ഉള്ളൂ. അല്ല, ഇതെന്താ നിങ്ങളുടെ കയ്യില്? നീ ഇതങ്ങോട്ട് വാങ്ങി വെക്ക്, ഈ ഇത്തിരി ഫ്രൂട്ട്സ് ആണ്. എന്റെ റബ്ബേ, ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടാണോ നിങ്ങൾ ഇവിടത്തേക്ക് വന്നത്? ഇവിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കെട്ടൊക്കെ വാങ്ങണോ? അതൊന്നും ഇല്ലടി, ഇത് കുറച്ച് ഫ്രൂട്ട്സ് മാത്രമാണ്. എന്നാലും നിങ്ങൾക്ക് നല്ല തല്ല് കൊള്ളാത്തതിന്റെ കേടാണ്. സാരില്ല സൈന, ഇത് ഞങ്ങളുടെ സന്തോഷത്തിന് വാങ്ങിയതല്ലേ. ശരി ശരി, എന്നാ ഇങ്ങോട്ട് താ. അല്ല സൈന, ഇതെന്തൊക്കെ വിഭവങ്ങളാണ് നീ ഉണ്ടാക്കിയത്? എടി, ഇതൊക്കെ നീ ഒറ്റക്കൊണ്ടാക്കിയതാണോ? അതെ അതെ, ഇതൊക്കെ ഉണ്ടാക്കാൻ നീ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? എന്ത് കഷ്ടപ്പാട്, ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. നിങ്ങൾ രണ്ടാളും നോമ്പോർക്കാൻ വരുന്നതേ എനിക്ക് പേരുത്തി ഇഷ്ടാണേ. നിങ്ങളെപ്പോലത്തെ ചങ്ങായികളെ കിട്ടിയത് എന്റെ ഭാഗ്യമെന്ന് കരുതുന്നതാണ് ഞാൻ. അതെന്താടി, നിന്നെ ഞങ്ങൾക്ക് ചങ്ങായിയെ കിട്ടിയത് ഞങ്ങളുടെ ഒരു ഭാഗ്യമല്ലേ? അതെ അതെ, ഇവളെടുത്ത് വന്നാലേ നമുക്ക് നല്ല നല്ല ഭക്ഷണങ്ങളും കഴിക്കാലോ. കമല പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾക്കോ ഭക്ഷണം പാകം ചെയ്യാൻ അറിയില്ല. നിനക്കെങ്കിലും നന്നായിട്ട് അറിയാമല്ലോ. ഇതൊക്കെ ഞാൻ നോമ്പ് നോക്കിയിട്ടുണ്ടാക്കിയതാണ്. അപ്പൊ അതിന്റെ ഒക്കെ രുചി എന്താണെന്ന് എനിക്ക് അറിയത്തില്ലേ. എന്തായാലും നീ ഉണ്ടാക്കിയ ഫുഡല്ലേ, സൂപ്പർ ആയിരിക്കും. അല്ല, പിള്ളേരെവിടെ? അവരെ കണ്ടില്ലല്ലോ. അവര് പുറത്തുണ്ട്, പാത്തമ്മയോട് സംസാരിച്ചിരിക്കുക. ഈ ഉമ്മച്ചിയും കൊണ്ട് ഞാൻ തോറ്റു. പുറത്ത് കദീസ കുട്ടിയെ നോക്കി കുത്തിരിക്കായിരിക്കും അല്ലേ?
അതെ അതെ, പാത്തുമ്മക്ക് അതല്ലേ ഒരു നേരം പോക്ക്. അതന്നെ എന്റെ പൊന്നോ, ഞാൻ 100 പ്രാവശ്യം പറഞ്ഞു വെയിലത്തിറങ്ങണ്ട വെയിലത്തിറങ്ങണ്ട എന്ന്. ഒരു വസ്തു പറഞ്ഞാ കേൾക്കില്ല. ഹാ, എന്തോ നാടി, ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് നമ്മളെ കൊണ്ടൊരു കുറ്റം പറച്ചില്. അല്ലോ, കുറ്റം പറഞ്ഞതല്ലോ ഉമ്മച്ചിയെ. ആ, നീ നിന്ന് ഉരുളാൻ നിക്കണ്ട, ഞമ്മള് കേട്ടു. അത് പിന്നെ പാത്തുമ്മ, ഓൾ നിങ്ങളെ കുറ്റം പറഞ്ഞതല്ല, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ് അവള്. നിങ്ങൾ നോമ്പൊക്കെ നോക്കി വെയിലത്ത് പോകുന്നതേ അവൾക്ക് സഹിക്കണില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അതല്ലേലും ഞമ്മക്കറിയാ, ഓള് ഞമ്മളെ മരുവളാണ്ട് പറയല്ല, ഓക്ക് ഞമ്മളോട് പേര് തിസ്താണേ, ഞമ്മക്ക് ഓളോടും പേര് തിസ്താണേ. അത് പിന്നെ ഞങ്ങൾക്ക് അറിയില്ലേ. ഒരു വലിയ അമ്മായിയമ്മേ മരുവോളം വന്നിരിക്കണോ. ഏടി സുമേ, നിനക്കറിയോ, ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം കാണുമ്പോഴേ എനിക്ക് ചിലപ്പോൾ അസൂയ തോന്നാറുണ്ട്. എനിക്കും തോന്നാറുണ്ട് കമലേ, നമുക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടില്ലല്ലോ. അതെ അതെ. ഓ, കണ്ണ് വെക്കല്ല പയത്തികളെ. അയ്യോ ഇല്ലേ. അല്ലാ പഠിച്ചോനെ, വർത്താനം പറഞ്ഞിട്ട് നമ്മളെ സമയം പോയതറിഞ്ഞില്ല. നമുക്ക് നോമ്പ് മുറിക്കണ്ടേ. ആ പിള്ളേരൊക്കെ എവിടെ പോയി കിടക്കുകയാണാവോ. അവര് പാത്തമ്മയുടെ കൂടെ വാതിക്കലുണ്ടായിരുന്നില്ലേ, പിന്നെ എവിടെ പോയി? ഇവിടെ ഒരു അറാൻ പറഞ്ഞ ചെറുക്കനില്ലേ ഉസുമാനി, ഓനെ നോക്കിയിട്ട് അങ്ങ് തൊടിയിലേക്ക് പോയതാണ്. ബാങ്ക് കൊടുക്കാനായ വിവരം ഓൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. എവിടെയെങ്കിലും ഉണ്ടാകും വായും പൊളന്ന് നോക്കി നിൽക്കുന്നു. ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. നിങ്ങൾ ഇതൊക്കെ എടുത്ത് വിളമ്പ്. ശരി ഉമ്മച്ചിയെ. സൈന, ഇതൊക്കെ വിളമ്പാൻ ഞങ്ങൾ സഹായിക്കാം നിന്നെ. അല്ലോ വേണ്ട, നിങ്ങൾ അവിടെ ഇരുന്നോ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ആഹാ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, അതിനെങ്കിലും നീ ഞങ്ങളെ സമ്മതിക്കണം. ശരി എങ്കിൽ വാ, നമുക്ക് ഇതൊക്കെ എടുത്ത് തറയിൽ വെക്കാം, എന്നിട്ട് നമുക്കൊക്കെ അവിടെ വട്ടത്തിൽ നിന്ന് നോമ്പ് തുറക്കാം. എന്താ, അങ്ങനെ ചെയ്താൽ പോരെ? ഓ മതി പൊന്നോ. അല്ല കുട്ടികളെ, ഇത് എവിടെയായിരുന്നു നിങ്ങളുള്ളത്? എത്ര സമയമായി നമ്മൾ നിങ്ങളെ നോക്കുന്നെന്നോ? അത് പിന്നെ പാത്തുമ്മ, ഞങ്ങൾ ഉസ്മാനെ നോക്കി പോയതാണ്. ഓ, എന്നിട്ട് കണ്ടു കിട്ടിയോനെ? ഞമ്മളല്ലേ വല്യമ്മ. സമയം എത്രയായെന്നുള്ള വല്ല വിചാരം ഉണ്ട് നിങ്ങൾക്ക്? ബാങ്ക് ഇപ്പൊ വിളിക്കൂ, നോമ്പ് മുറിക്കണ്ടേ? ആ മുറിക്കണം. എങ്കിൽ എല്ലാരും അവിടെ പോയിരിക്കേ. ശരി പാത്തുമ്മ. സൈന, സൈന, ദാ കുട്ടികളൊക്കെ വന്നിരുന്നു, വേഗം ഐറ്റങ്ങളൊക്കെ ഇങ്ങ് കൊണ്ടുവരി. അമ്മച്ചിയെ, സ്പീഡ് ആക്കിക്കോ. ദാ വരണടാ. ആ, നോക്കി നിൽക്കാതെ ഒന്ന് വേഗം അങ്ങ് വിളമ്പന്റെ പെണ്ണുങ്ങളെ. നിങ്ങൾ എന്തോന്നായി കളിക്കണത്? ആ, എല്ലാരും വട്ടത്തിലിരുന്നോളി, നമുക്ക് സന്തോഷത്തോടെ നോമ്പ് മുറിക്കാലോ.